അല്പസമയത്തിനകം തന്നെ എല്ലാവരും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നു. നെഞ്ചിടിപ്പാണ് മുന്നണികൾക്കും പാർട്ടികൾക്കും. സമയം 6:17 ആയിട്ടേ ഉള്ളൂ. കുറച്ചു സമയം കൂടി കഴിയുമ്പോഴേക്കും വലിയ നിര മിക്കയിടങ്ങളിലും ബൂത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ടി വി പ്രസാദിലേക്ക് വീണ്ടും പോകാം. ടി വി പ്രസാദ് ഉള്ളത് ഇപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിലെ, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ കോട്ടൺ ഹിൽ സ്കൂളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രമുഖ സ്ഥാനാർത്ഥി അവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീലേഖ വോട്ട് ചെയ്യുന്ന ബൂത്താണെന്ന് മനസ്സിലാക്കുന്നു. ടി വി പ്രസാദ്, രാവിലെ ഉഷാറാണ് കാര്യങ്ങൾ. ഉദ്യോഗസ്ഥരെല്ലാം ചാടി നിൽക്കുന്നു. മോക്ക് പോളിംഗ് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എല്ലായിടത്തും. വലിയ പരാതികളൊന്നും വന്നിട്ടില്ല അല്ലേ? വിനീത, മോക്ക് പോളിംഗ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന വിനീത പറഞ്ഞതുപോലെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ് വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി ശ്രീലേഖയ്ക്ക് വോട്ട്. ഇവിടുത്തെ കോട്ടൺ ഹിൽ സ്കൂളിലെ 104 നമ്പർ പോളിംഗ് സ്റ്റേഷനിലാണ് അവരുടെ വോട്ട്. ആ പോളിംഗ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മോക്ക് പോളിംഗ് പുരോഗമിക്കുകയാണ്. ഇതുവരെ കാര്യമായ പരാതികളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സുഗമമായി പുരോഗമിക്കുന്നു. അപൂർവം ചില ഇടങ്ങളിൽ സാധാരണഗതിയിൽ വോട്ടിംഗ് മെഷീനൊക്കെ തകരാറാവാനുള്ള സാധ്യതയുണ്ട്. അത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം ഉള്ളതുപോലെ ഉണ്ടാകും എന്നതല്ലാതെ കാര്യമായ മറ്റ് വിവരങ്ങളൊന്നും ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നോ മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്നോ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. രാവിലെ 6 മണിക്ക് മുമ്പ് തന്നെ പലയിടങ്ങളിലും മോക്ക് പോളിംഗ് തുടങ്ങിയിട്ടുണ്ട്. പലയിടങ്ങളിലും മോക്ക് പോളിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടിംഗ് തുടങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടിംഗ് തുടങ്ങും. അതിന് മുമ്പ് തന്നെ വോട്ടർമാർ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരമധ്യത്തിലെ കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണെങ്കിൽ 7 മണിക്ക് ശേഷമാണ് സാധാരണഗതിയിൽ ആളുകൾ വരിക എന്നതാണ്. കുറച്ച് റൂറലിലേക്ക് പോയാൽ അതല്ലെങ്കിൽ തീരദേശത്തേക്ക് പോയാൽ അതിരാവിലെ വന്ന് വോട്ട് ചെയ്ത് പണിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാകും. അവർ രാവിലെ വന്ന് 7 മണിക്ക് തന്നെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് പോകുന്ന സ്ഥിതിയാണുള്ളത്. ഇവിടെ കോട്ടൺ ഹിൽ സ്കൂളിലാണെങ്കിൽ LP, UP, ഹയർ സെക്കൻഡറി അങ്ങനെ തുടങ്ങി പ്രൈമറി തുടങ്ങി ഒരുപാട് ബൂത്തുകളുള്ള ഒരു സ്കൂളാണ് ഇവിടെ. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ് ഇത് നിൽക്കുന്നത് എന്നതാണ്. എല്ലാ ഭാഗങ്ങളിലും വലിയ പോളിംഗ് ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ മുന്നൊരുക്കം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നടത്തിയിരിക്കുന്നതും. ചുരുങ്ങിയ ദിവസമാണ് പ്രചരണത്തിന് കിട്ടിയതെങ്കിൽ പോലും വലിയ ആവേശം തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരാൻ 3 മുന്നണികൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ചർച്ചകളും എല്ലാം വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത് LDF വരുമോ, അതല്ല തുടർഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് UDF ആയിരിക്കുമോ ജേതാക്കൾ എന്നതാണ്. BJP എത്ര സീറ്റ് പിടിക്കുമെന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് ഈ തെക്കൻ കേരളത്തിൽ. വിനീത, നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വോട്ട് ചെയ്യാനെത്തുന്ന ശ്രീലേഖ മത്സരിക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലം അതിശക്തമായ ത്രികോണ മത്സരം തന്നെയാണ്. തിരുവനന്തപുരത്ത് നേമമാണ് BJP ഏറ്റവും കൂടുതൽ സാധ്യത കരുതുന്നത്. അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തും ശക്തമായ മത്സരം. V. മുരളീധരൻ NDA സ്ഥാനാർത്ഥി, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ LDF സ്ഥാനാർത്ഥി, ശരത്ചന്ദ്ര പ്രസാദാണ് UDFന്റെ സ്ഥാനാർത്ഥി. അതുപോലെ കാട്ടാക്കടയിലും PK കൃഷ്ണദാസും IB സതീഷും MR ബൈജുവും തമ്മിലുള്ള പോരാട്ടം അതിശക്തമാണ്. മറ്റ് ജില്ലകളിലേക്ക് പോയാൽ ആറന്മുളയിൽ കനത്ത പോരാട്ടമാണ്. നമ്മളെല്ലാവരും അറിയും പോലെ അബിൻ വർക്കിയും വീണ ജോർജും തമ്മിലുള്ള പോരാട്ടം വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ. അതേപോലെ കൊല്ലത്ത് ആകെ 2 സീറ്റാണ് UDFനുള്ളതെങ്കിൽ ഇക്കുറി സ്ഥിതി മറിച്ചാവുമെന്ന് അവർ പറയുന്നു. ചാത്തന്നൂരിൽ ഒരു അട്ടിമറി ശ്രമത്തിനുള്ള സാധ്യതയാണ് BJP പറയുന്നത്. വലിയ സൈലന്റ് വർക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെ നടത്തുന്നുണ്ട് എന്നാണ് RSSും ഒപ്പം BJPയും അവകാശപ്പെടുന്ന. ഒരുപക്ഷെ ചാത്തന്നൂരിൽ അത്ഭുതം സംഭവിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം BJP പങ്കുവയ്ക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിലെ മൊത്തം ചിത്രമെടുത്താൽ UDF ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് നേട്ടമുണ്ടാകേണ്ട പ്രധാനപ്പെട്ട 2 ജില്ലകൾ തിരുവനന്തപുരവും അതിലൊന്ന് ഉറപ്പിക്കാൻ കഴിയുമോ ഇടതുപക്ഷത്തിന് UDFന് തിരിച്ചു വരാനാകുമെന്നതാണ്. പ്രസാദ്, ഏതായാലും രണ്ടാമത്തെ പോളിംഗ് ബൂത്തിന്റെ ചിത്രവും നമുക്ക് നൽകി കഴിഞ്ഞു. അടുത്ത ഇടത്തേക്ക് പ്രസാദ് എത്തുമ്പോൾ വീണ്ടും നമുക്ക് എത്താം. ഏതായാലും ഉഷാറാണ്, റിപ്പോർട്ടർ ആർമി തയ്യാറാണ്. എല്ലാ മണ്ഡലങ്ങളിലും വിവരങ്ങളുണ്ട്. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും തത്സമയ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നമുക്ക് മോക്ക് പോളിംഗിന്റെ അതിന്റെ രസം എന്ന് പറയുന്നത് ആ ബീപ് ശബ്ദം കേട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതാണ്. ഏതായാലും ഇതുവരെ പരാതിയൊന്നും വന്നിട്ടില്ല. എല്ലായിടങ്ങളിലും മോക്ക് പോളിംഗ് ഏതാണ്ട് പൂർത്തിയായി കഴിയുന്നു എന്ന് വേണം. സമയം 6:30 അടുക്കുന്നതേ ഉള്ളൂ. 7 മണിക്ക് തന്നെ പലയിടങ്ങളിലും വോട്ട് ചെയ്യാൻ വലിയ നിരയുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ചൂടുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ വോട്ട് ചെയ്ത് പോകാം എന്നൊരു ട്രെൻഡ് ആയിരിക്കും പലയിടത്തും ഉണ്ടാവുക എന്ന് നമ്മൾ കരുതുകയാണ്. അരുൺ പൂപ്പറമയുണ്ട് കാസർഗോഡ്. അരുൺ, ഏത് ബൂത്തിലാണുള്ളത്? മോക്ക് പോളിംഗ് അവിടെ പൂർത്തിയായി കഴിഞ്ഞു. കാസർഗോഡ് നമുക്കറിയാം മഞ്ചേശ്വരം ഉൾപ്പെടെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട്.
എന്താണ് നിലവിലൊരു സാഹചര്യത്തെ പൊതുവിൽ കാസർഗോഡ് വരെ എങ്ങനെയാണ് രാവിലെ വന്ന് വോട്ട് ചെയ്ത് പോകുന്ന ഒരു രീതിയാണോ? വിനീത, ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് മണ്ഡലത്തിലെ 166, 167 ബൂത്തുകളുള്ള നെല്ലിക്കുന്ന് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ മോക്ക് പോളിംഗ് നടപടികൾ അന്തിമഘട്ടത്തിലാണ്. ഏകദേശം പൂർത്തിയായി എന്ന് തന്നെ പറയാൻ കഴിയും. അതിൻ്റെ അവസാന ഘട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ മറ്റെവിടെയെങ്കിലും ഒരു പരാതി ഈ മോക്ക് പോളിംഗുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടില്ല. ഈ ബൂത്തിലും കൃത്യമായി തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിലാകെ 11,3068 വോട്ടർമാരാണ് ഉള്ളത്. ജില്ലയിൽ 32 സ്ഥാനാർത്ഥികൾ 5 മണ്ഡലങ്ങളിൽ നിന്നായി ജനവിധി തേടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വിനീത് സൂചിപ്പിച്ച പോലെ പൊതുവെ കാസർഗോഡ് രാവിലെയും അതോടൊപ്പം തന്നെ രാവിലെയാണ് നഗരപ്രദേശങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. റൂറൽ മേഖലയിലും അത് കഴിഞ്ഞു. പലരും ആദ്യം ചിലർക്കൊക്കെ പ്രായമായ ചിലരൊക്കെ എപ്പോഴും എൻ്റെ ബൂത്തിൽ ആദ്യം വോട്ട് ചെയ്യുന്നത് ഞാനായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എത്തുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. വിനീത, നിലവിൽ ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ 2 ബൂത്തിലും വോട്ടർമാർ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. ഒരു 6:30യോടൊക്കെ അവർ ഈ വോട്ടർമാർ എത്തിച്ചേരാറുണ്ട് പൊതുവെ ഈ മേഖലയിലുള്ള ബൂത്തുകളിലൊക്കെ. നിലവിൽ എന്തായാലും വോട്ടർമാർ എത്തുമ്പോൾ അരുൺ പൂപ്പറമ്പയിലേക്ക് നമുക്ക് വീണ്ടും എത്തണം. ഇപ്പോൾ മനീഷ് മഹിവാലിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിലാണ് മനീഷ് ഉള്ളത്. മനീഷ്, എന്താണ് ആലപ്പുഴയിലെ ഒരു സാഹചര്യം? 6:30 ആകുമ്പോഴേക്കും ഏതായാലും അവിടെയൊക്കെ നേരം വെളുത്തു, വോട്ടർമാർ എത്തി തുടങ്ങുമെന്നാണ് കരുതുന്നത്. മോക്ക് പോളിംഗ് ഒക്കെ ഏതായാലും പൂർത്തിയാക്കി കഴിഞ്ഞല്ലോ, പരാതികളൊന്നും ഇല്ലല്ലോ അല്ലേ? വിനീത, ജില്ലയിൽ എവിടെയും മോക്ക് പോളിംഗ് രേഖപ്പെടുത്തിയതിൽ പരാതിയില്ല. ഞാൻ നിൽക്കുന്നത് അമ്പലപ്പുഴ മണ്ഡലത്തിലെ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ ഈ പോളിംഗ് ബൂത്തിലാണ്. ഈ പോളിംഗ് ബൂത്തിന് കൂടി ഒട്ടേറെ വിശേഷതകളുണ്ട്. ജി സുധാകരൻ അല്പസമയത്തിന് ശേഷം 7 മണിയോടുകൂടി തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ബൂത്താണ്. VS അച്യുതാനന്ദൻ വർഷങ്ങളായിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തിയിരുന്ന ബൂത്ത് കൂടിയാണെന്നുള്ള ചരിത്രമുള്ള ഒരു സ്കൂൾ കൂടിയാണ്. അദ്ദേഹം 2019 പുന്നപ്ര വയലാറിന്റെ വാർഷിക ആഘോഷത്തിൽ പ്രസംഗിച്ച ശേഷം പിന്നീട് തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പിന്നീട് അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭയിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. അതിനു മുൻപുള്ള വർഷങ്ങളിലെല്ലാം VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തിയിരുന്ന ഒരു സ്കൂൾ കൂടിയാണെന്നുള്ള ചരിത്രമുള്ള സ്കൂളാണ്. ഇപ്പോൾ അതായത് അമ്പലപ്പുഴ മണ്ഡലമാണ് ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ ഇടതുപക്ഷ പൊതു സ്വതന്ത്രം കൂടിയായിട്ടുള്ള ജി സുധാകരൻ. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന മണ്ഡലത്തിലെ ഒരു ബൂത്ത് കൂടിയാണെന്നുള്ള പ്രത്യേകതയുണ്ട്. ഇവിടെ ജില്ലയിൽ ആകെ 16,80,000-ഓളം വോട്ടർമാരാണ് ഇത്തവണ വിധി എഴുതുന്നത്. പോളിംഗ് ബൂത്തുകളുടെ എണ്ണമാണെങ്കിൽ 1898 പോളിംഗ് ബൂത്തുകളുണ്ട്. അതിൽ 36 പോളിംഗ് ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെ 4 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. ഈ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള തീവ്രവാദ ഭീഷണിയുണ്ട്, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്നുള്ള പരാതി നേരത്തെ ജി സുധാകരൻ ഹൈക്കോടതിയിലൊപ്പം തന്നെ ആലപ്പുഴ SP-ക്കും കൈമാറിയത്. പക്ഷേ ആ പരാതി ആലപ്പുഴ SP തന്നെ തള്ളുകയായിരുന്നു. അത്തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള മണ്ഡലമല്ല അമ്പലപ്പുഴ, അങ്ങനെയുള്ള സംഘടനകളുടെ സാന്നിധ്യം ഇവിടെ ഇല്ല എന്ന് SP ഉറപ്പിക്കുകയും ചെയ്തു. എന്താണെങ്കിലും കേന്ദ്രസേനയുടെ സാന്നിധ്യവും ഈ ബൂത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലുടനീളം ഉണ്ട് എന്നുള്ള പ്രത്യേകത ഉണ്ട്. ആലപ്പുഴ ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ്. ജി സുധാകരന്റെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ശേഷം വലിയ രീതിയിൽ പ്രചരണ രംഗത്ത് UDF-ഉം LDF-ഉം അങ്ങനെ മാറി മറിഞ്ഞു നിൽക്കുന്ന ഒരു നിരയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രചരണം എന്നാണ് നമ്മൾ അമ്പലപ്പുഴയിലൊക്കെ തന്നെ കണ്ടത്. അങ്ങനെ 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ സാന്നിധ്യം ജില്ലയിൽ മൊത്തത്തിലുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. തുടങ്ങിയിട്ടുണ്ടോ? നിലവിൽ 6:30-ക്കൊക്കെ ആളുകൾ എത്തേണ്ടതാണല്ലേ? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലൊക്കെ രാവിലെ വന്ന് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത്. വോട്ടർമാർ എത്തി തുടങ്ങിയോ? ഇനിതാ നിലവിൽ ഇവിടെ എത്തി തുടങ്ങിയിട്ടില്ല. സാധാരണ കുട്ടനാട് മണ്ഡലത്തിലാണ്, അവിടെ കർഷക തൊഴിലാളികൾ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരായിരിക്കും രാവിലെ എത്തുക. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇന്ന് പലയിടങ്ങളിൽ അവധി കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും 7 മണി സമയത്തിന് തന്നെ എത്താൻ. നമുക്ക് ഏതായാലും അമ്പലപ്പുഴ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഇടമാണ്. മനീഷ് പറഞ്ഞതുപോലെ എത്തുന്നതേ ഉള്ളൂ. ആളുകൾ എത്തുന്ന മുറയ്ക്ക് നമുക്ക് അവിടേക്ക് വീണ്ടും എത്താം.